അസ്സലാമലൈക്കും. ഹലോ ഹായ്. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. ഡസ്റ്റ് അലർജിയാണ്. ഞാൻ ഡോക്ടറിനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഡസ്റ്റും തണുപ്പും എല്ലാം കൂടെ ഒന്നിച്ച് വന്നപ്പോൾ അതിൻ്റെ അലർജിയാണ് കേട്ടോ. അപ്പം ഇന്നത്തെ വ്ലോഗ് കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, കിച്ചൺ മൊത്തമായിട്ട് എന്താ പറയുക എടുത്ത് കഴുകാം എന്നുള്ളൊരു ഇതിൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ മേലത്തെ റാക്ക് കണ്ടില്ലേ, അതിലത്തെ പാത്രങ്ങളൊന്നും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. കാരണം അത് ചേച്ചിമാർ കഴിഞ്ഞ പെരുന്നാളിന് നമുക്ക് ക്ലീൻ ചെയ്ത് തന്നതാണ്. വലിയ പൊടികളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ അത് ഓരോന്നായി മാറ്റി മാറ്റി അതിൻ്റെ താഴെ അടിച്ചു വാരി എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പൊടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പാത്രത്തിലൊന്നും കാര്യമായിട്ട് പിടിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ പറഞ്ഞ് ഞാൻ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചു. ഇങ്ങനെ സ്ഥലം ഉണ്ടാക്കി ഒതുക്കി വെച്ചു കേട്ടോ. എനിക്ക് പൊതുവേ ഉള്ളൊരു പണിയാണ് കേട്ടോ അത്. ഓരോ റൂമിലും മാക്സിമം സ്പേസ് ഉണ്ടാക്കാൻ മാക്സിമം ഒതുക്കി വെക്കും കേട്ടോ. പണ്ട് മുതലേ എനിക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഇപ്പോഴും എനിക്ക് ആ സ്വഭാവം നന്നായിട്ട് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും വ്ലോഗിൻ്റെ മുക്കാൽ ഭാഗം നമ്മുടെ കിച്ചൺ ക്ലീനിങ് തന്നെയാണ്. ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ് അല്ലേ. നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അടുക്കള ക്ലീൻ ചെയ്യൽ ഭയങ്കര ടാസ്ക്കാണോ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ അടുക്കള ക്ലീൻ ചെയ്യൽ ഭയങ്കര ടാസ്ക്കാണ്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ വിചാരിക്കേ നമുക്ക് ഓരോ ദിവസം ഓരോ റാക്ക് വെച്ച് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടാസ്ക് അങ്ങ് ഒഴിവായി കിട്ടുമല്ലോ എന്നിട്ടോ. അപ്പം ഭയങ്കര പ്ലാനിങ് ഒക്കെ നടക്കും. ഈ പറഞ്ഞ പോലെ പ്ലാനിങ് മാത്രം നടക്കും, വേറൊന്നും നടക്കില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ക്ലീൻ ചെയ്യാൻ പോകുമ്പോൾ മതി ഇനി നാളെ എന്നുള്ളൊരു ഇതവിടെ വരും കേട്ടോ. മാറാലൊക്കെ തട്ടിയെടുക്കുകയാണ് ഞാൻ. അപ്പോൾ അതാണ് സംഭവിക്കാറ്. പക്ഷെ നമ്മൾ ഓരോ ദിവസം ഓരോ റാക്ക്, ഒരാഴ്ചയിൽ ഒരു റാക്ക് വെച്ച് ക്ലീൻ ചെയ്താൽ പോലും നമുക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല കേട്ടോ. അല്ലെങ്കിൽ ഒരു 3-4 ദിവസം കൂടുമ്പോൾ ഓരോ റാക്ക് ക്ലീൻ ചെയ്താലും നമ്മുടെ കിച്ചൺ ഭയങ്കര ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ എപ്പോഴും. ഞാൻ പക്ഷേ എന്ത് ചെയ്യും, എല്ലാം കൂടെ ഒന്നിച്ചങ്ങ് ചെയ്യും. അതുകൊണ്ട് രാവിലെ 9 മണിക്കൊക്കെ നിന്ന് കഴിഞ്ഞാലുണ്ടല്ലോ ഒരു 5 മണിയൊക്കെ ആവും നമ്മൾ കിച്ചണിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ. മാക്സിമം ഞാൻ കിച്ചണിൽ നിന്ന് ക്ലീൻ ചെയ്യുന്ന ദിവസങ്ങളിൽ ഫുഡ് ഉണ്ടാക്കാൻ നിൽക്കില്ല കേട്ടോ. ഫുഡ് മേടിക്കും. പക്ഷെ ഇന്ന് കറികളൊക്കെ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ചോറ് മാത്രം വെച്ചാൽ മതിയായിരുന്നു കേട്ടോ. ആ കറി വെച്ച് നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് എനിക്ക് അലർജി ആണല്ലോ എന്നുള്ള ഓർമ്മ വന്നിട്ട് പോയി വേഗം മാസ്ക് എടുത്തിട്ട് വന്നത് കേട്ടോ. ഇനി മാസ്ക് ഇട്ടിട്ട് ബാക്കിയുള്ളതൊക്കെ ചെയ്യാം. ഞാനിന്ന് വീഡിയോൻ്റെ ആ ഒരു ഒരു വ്യൂ വരുന്ന രീതി കുറച്ച് ചേഞ്ച് ആക്കിയിട്ടുണ്ട് കേട്ടോ. കുറച്ച് ലോങ് ഒന്ന് വരുന്ന പോലെ ഉണ്ട്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എനിക്കറിയില്ല. ഓക്കെ, അപ്പം എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ വേണ്ടിയിരുന്നില്ല എന്നിപ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ വീഡിയോ എടുത്ത ശേഷം. ഓക്കെ ഫൈൻ. ഇനിയിപ്പോൾ ഇത് ഇടാണ്ടിരിക്കേണ്ട, കാരണം ഞാൻ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിലും അത്രയും കഷ്ടപ്പെട്ടെടുത്ത വീഡിയോ അല്ലേ. അപ്പോൾ ജനലിൻ്റെ അവിടെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതൊക്കെ എടുത്തുകൊണ്ട് അവിടെയൊക്കെ തുടച്ച് ഞാൻ അതെല്ലാം അങ്ങോട്ട് തന്നെ വെച്ചു. ഇനി നമുക്ക് ഓരോ റാക്കായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കണം. ഞാൻ ഓയിൽ കാര്യങ്ങളൊക്കെ വെക്കുന്ന അവിടെ ഞാൻ പേപ്പറാണ് വെക്കാറ്. കാരണം ഒബ്സർവ് ചെയ്തെടുക്കുമല്ലോ. അഥവാ എണ്ണയൊക്കെ ചിന്തിക്കഴിഞ്ഞാലും ആ പേപ്പർ വലിച്ചെടുക്കും. വല്ല പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ആണെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അവിടെ കിടന്ന് വഴുക്കലും ഒക്കെ ആവും. അപ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ആ ഭാഗം അങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ സംഭവം കൂടെ ഈ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ ചെയ്യുന്നുണ്ട്. കുറേ പേര് റിക്വസ്റ്റ് ചെയ്ത സംഭവമാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കാണണം കേട്ടോ. നിങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇനി അത് ഇരിക്കണ്ടെന്ന് വിചാരിച്ചു. എനിക്കും അതൊരു വൃത്തികേട് പോലെ തോന്നാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ ഒരു ക്ലീനിങ് ചെയ്യുമ്പോൾ തന്നെ അതങ്ങ് ശരിയാക്കി കളയാമെന്ന് വിചാരിച്ചു കേട്ടോ. അങ്ങനെ ഈ റാക്കിൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കും. ഇങ്ങനെ ക്ലീൻ ചെയ്യുന്ന സമയത്താണ് ഞാൻ അടുക്കളയിലുള്ള ബോട്ടിൽ, ഐസ്ക്രീം ബോട്ടിൽ, ഫുഡ് വാങ്ങിച്ചതിൻ്റെ പാത്രങ്ങൾ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ചാക്കിലോട്ട് ഇടാറ് കേട്ടോ. അതായത് ഇതിവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ വിൽക്കില്ലേ, അത് 2-3 മാസമായിട്ട് നമ്മൾ അവിടെ നിന്ന് എടുത്തിട്ടുണ്ടാവില്ല. അപ്പോൾ തോന്നും നമുക്കിത് ആവശ്യമില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എടുത്ത് കളയും കേട്ടോ. പണ്ട് എൻ്റെ ഒരു താത്ത പറഞ്ഞ ഓർമ്മ, എൻ്റെ ഒരു കസിൻ സിസ്റ്റർ കേട്ടോ, നമ്മുടെ വീട്ടിൽ ഒരു 7 ദിവസത്തിൽ കൂടുതൽ ഒരു സാധനം ഇരിപ്പുണ്ടെങ്കിൽ നമുക്കത് ലൈഫ് ലോങ് വേണ്ടി വരില്ല എന്നാണ് പറയുന്നത്. ആ 7 ദിവസത്തിൽ നമ്മൾ ആ സാധനം എടുത്തില്ലെങ്കിൽ കേട്ടോ നമുക്കത് ലൈഫ് ലോങ് വേണ്ടി വരില്ല എന്നാണ് കേട്ടിരിക്കുന്നത്. ശരിയാണോ എന്നറിയില്ല. ആരെങ്കിലും അങ്ങനെ കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. പക്ഷേ ചിലപ്പോഴൊക്കെ ശരിയാണോ തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ അടുക്കളയിൽ ഞാൻ
ഇങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രം എടുക്കുന്ന ഒരുപാട് ഐറ്റംസ് ഉണ്ട്. 10-16 വർഷമായിട്ടും ഞാനത് തൊട്ടിട്ടില്ല. ഇനിയും എനിക്കത് വേണ്ടി വരുന്നു തോന്നുന്നേ ഇല്ല കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നാറുണ്ടാവും ശരിയാണ് അല്ലേ എന്നുള്ളത്. പക്ഷേ നമ്മളെല്ലാം കൂടെ എടുത്ത് കളയാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ ഇതാ ഞാനിവിടെ പേപ്പർ തന്നെയാണ് വിരിച്ചെടുക്കുന്നത്. ഇതാകുമ്പോൾ ചുരുട്ടി കൂട്ടി അങ്ങ് കളഞ്ഞാൽ മതി. പ്ലാസ്റ്റിക് ആകുമ്പോൾ ഭയങ്കര ടാസ്ക്കാണ്. പ്ലാസ്റ്റിക് എവിടെ കളയും, എങ്ങനെ കളയും. എന്നാലും നമുക്ക് ചേച്ചിമാർ വരും പ്ലാസ്റ്റിക് കൊണ്ടുപോകാൻ. പക്ഷെ അത്രയും വേണ്ട എന്ന് വിചാരിച്ചു. അവരും അത് ബുദ്ധിമുട്ട് തന്നെയല്ലേ. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഇപ്രാവശ്യം കംപ്ലീറ്റ് പേപ്പർ ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ടേബിൾ മാറ്റ് മാറ്റുമ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് കിച്ചണിലോട്ട് വിരിക്കാമെന്നുള്ള ഒരു പ്ലാനും ഉണ്ട് കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം പേപ്പർ വിരിക്കുന്നത്. അപ്പം ടേബിൾ മാറ്റ് എന്നാൽ മാറ്റാത്ത ചോദിക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു പെരുന്നാളിന് എന്തായാലും മാറ്റണം എന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇക്ക വന്നിട്ട് ഇക്ക ജസ്റ്റ് ഒരു ജോബിൻ്റെ ആവശ്യത്തിന് വേണ്ടി പോയേക്കുവാണ്. അപ്പോൾ ഇക്ക വന്നിട്ട് നമ്മൾ പുറത്ത് പോകുമ്പോൾ എന്തായാലും മേടിക്കണം. 2-3 ഐറ്റംസ് മേടിക്കാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഹെർബ്സും കാര്യങ്ങളൊക്കെ വെക്കുന്ന ഒരു പാർട്ടാണ് കേട്ടോ അത്. അതിൽ ഓരോ ബോട്ടിലും ഞാൻ കഴുകിയെടുത്ത് തുടച്ച് കണ്ട് വെക്കുകയാണ്. മാക്സിമം കഴുകിയിട്ട് തുടച്ചെടുക്കാമെന്നുള്ള പ്ലാനിൽ തന്നെയാണ് ഞാൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളുടെ അങ്ങനെ ആവശ്യമില്ല. അത് നമ്മൾ ഡെയിലി കഴുകുന്നതല്ലേ. ഈ 2 കമ്പാർട്ട്മെൻറ്റിൽ ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്ന പാത്രങ്ങളാണ് കേട്ടോ. ഈ ഒരു നോൺ സ്റ്റിക്ക് പാത്രങ്ങൾ വെച്ച അവിടെയും പിന്നെ സ്റ്റീൽ പാത്രങ്ങൾ വെച്ച അവിടെ കേട്ടോ. ബാക്കി മേലെയുള്ള മസാലപ്പൊടി, എണ്ണ, അത് ഇത് അങ്ങനത്തെ കുറേ സാധനങ്ങളാണ് കേട്ടോ. അപ്പോൾ അത് ഓരോന്നായിട്ട് ഞാൻ മുകളിലോട്ട് തന്നെ വെച്ച് ഇതാക്കിയിട്ടുണ്ട്. പിന്നെ ലൈസോൾ ഒഴിച്ചിട്ട് ആ വെള്ളം പിഴിഞ്ഞെടുത്തിട്ടാണ് ഞാൻ തുടച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതായത് നമ്മുടെ റാക്കൊക്കെ തുടച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മസാല പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം. ഉമ്മ കുറേ പാത്രങ്ങൾ കഴുകി തന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എനിക്ക്. അങ്ങനെ ഇതാ കിച്ചൻ്റെ ടേബിളിൻ്റെ അടിയിലുള്ള ബക്കറ്റുകളൊന്നും ഇറക്കാമെന്ന് വിചാരിച്ചു. നിങ്ങൾ കണ്ടിട്ട് അന്തം വിടരുത്, അത്രയും ബക്കറ്റ് ഉണ്ട്. പക്ഷെ ഇപ്പം തോന്നുന്നു ഇത്രയും ബക്കറ്റിൻ്റെ ആവശ്യമില്ല, കുറച്ച് മാറ്റി വയ്ക്കാമെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമ്മൾ എന്തായാലും നോക്കാം. അപ്പം ഞാൻ അവിടേക്ക് ഒന്ന് അടിച്ച് വാരിയെടുത്തു. നമ്മൾ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ ഇത്രയും അഴുക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാവണത് അല്ലേ. അതുവരെ നമുക്ക് എപ്പോഴും അടിച്ചു തുടച്ചിടുമ്പം അങ്ങനെ അറിയത്തൊന്നുമില്ല. അങ്ങനെ ഞാൻ ടേബിളിൻ്റെ അടിയിൽ നിന്ന് കുറേ പൊടിയും അതും ഇതൊക്കെ എടുത്തു. ഇനി ഓരോ ബക്കറ്റായി തുറന്നിട്ട് അതിലാവശ്യമില്ലാത്തൊക്കെ കളയും. ചിലപ്പോൾ എടുത്ത് കഴിച്ച ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് ബാക്കി ഉണ്ടാവും, മുറുക്കിൻ്റെ ഉണ്ടാവും, മിക്സറിൻ്റെ ഉണ്ടാവും, അങ്ങനത്തെയൊക്കെ പലതും ഉണ്ടാവും. അപ്പം ഞാൻ കഴിച്ച് വേണ്ടാന്ന് തോന്നുന്ന ഐറ്റംസ് ഒക്കെ എടുത്ത് മാറ്റും. ഒരു പ്രാവശ്യം ചിന്തിക്കുകയുള്ളൂ, 2ാമത്തെ പ്രാവശ്യം ഞാൻ ചിന്തിക്കൂല കേട്ടോ. 2ാമത്തെ പ്രാവശ്യം ചിന്തിച്ച് കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും തിരിച്ച് അങ്ങോട്ട് തന്നെ വെക്കും. ഇത് ആവശ്യം വരും എന്ന് പറഞ്ഞിട്ട്. ഒറ്റ പ്രാവശ്യം ചിന്തിച്ചു കഴിഞ്ഞാൽ ഇത് ഇനിയിപ്പോൾ ആവശ്യം വരില്ല എന്ന് പറഞ്ഞ് നമ്മൾ തൂക്കിയെടുത്തങ്ങ് എറിയും കേട്ടോ. തൂക്കിയെടുത്തെറിയാൻ പണ്ടേ ഞാൻ മെടുക്കുകയാണെന്ന് പറയും. അങ്ങനെ ഒരുപാട് വർക്ക് കഴിഞ്ഞതിൻ്റെയാണ് കേട്ടോ. ബാക്കിലൊക്കെ വിയർത്ത് കുളിച്ചിട്ടുണ്ട് ഞാൻ. ഇന്ന് ശരിക്കും വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഗ്രൈൻഡറൊക്കെ ഒന്ന് തേച്ച് കഴുകി, അതുപോലെ മിക്സിയും എയർ ഫ്രയറും എല്ലാം തേച്ച് കഴുകുന്നുണ്ട്. ഇന്നൊന്നും ഓണാക്കാൻ പാടില്ല. നമ്മളിപ്പോൾ വീട്ടിൽ സോപ്പൊക്കെ ഇട്ട് തേച്ച് കഴുകിയ ഐറ്റംസ് ഉണ്ടല്ലോ, ഒരു ദിവസം ഉണങ്ങാൻ വേണ്ടി വെക്കണം കേട്ടോ. പിറ്റേ ദിവസം മാത്രം ഓണാക്കിയാൽ മതി, അല്ലെങ്കിൽ നല്ല പണി കിട്ടും. നമ്മളും പോകും, മിക്സിയോ ഗ്രൈൻഡറോ അതും പോകും കേട്ടോ. ഷോക്ക് എങ്ങാനും അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കാര്യം കട്ടപ്പുക. അപ്പം ഞാൻ ഗ്രൈൻഡറൊക്കെ ഒന്ന് ഉരച്ച് തേച്ചെടുത്തു. ഇനി മിക്സിയും അങ്ങനെ തന്നെ ചെയ്യണത്, നമ്മുടെ എയർ ഫ്രയറും അങ്ങനെയാണ് ചെയ്യണത്. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ക്ലീൻ ആയി കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ആ ടേബിളിലുള്ള എണ്ണമഴുക്കും ആ ഒരു ക്ലോത്തിൽ കുറേ എണ്ണമഴുക്കും സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ ഇതുപോലെ ഉരച്ച് തേച്ച് ഇങ്ങനെ കഴുകി എടുത്ത് തുടച്ചെടുക്കും കേട്ടോ. അപ്പം നമുക്ക് അവിടുന്ന് എടുത്തുകൊണ്ട് കല്ലിൻ്റെ അവിടെ കൊണ്ടുപോയി അങ്ങനെയൊന്നും കഴുകേണ്ട ആവശ്യം വരില്ല. ഇങ്ങനെ തന്നെ അങ്ങ് ചെയ്തെടുത്താൽ മതി. ഇനി പക്ക ഡീറ്റെയിൽ ആയി ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ എടുത്ത് കല്ലിൻ്റെ അടിയിലൊക്കെ കൊണ്ടുപോയി കഴുകിയാൽ ഒന്നുകൂടി ക്ലീൻ ആവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എല്ലാവിടെയും ഒന്ന് തുടച്ച് ഇതാക്കി നമ്മുടെ മിക്സിയും കഴുകിയെടുത്തിട്ടുണ്ട്. എൻ്റെ അടുത്ത് ഈ മിക്സിനെ കുറിച്ച് കുറേ പേര് ചോദിച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഫുഡ് പ്രോസസ്സർ കണ്ടിട്ടാണ് കേട്ടോ ചോദിച്ചേക്കുന്നത്. എല്ലാവരുടെയും വിചാരം അത് വേറൊരു മെഷീനാണ് എന്നാണ്. അല്ല, നമ്മുടെ പ്രീതി സോഡിയാക്കിൻ്റെ തന്നെ ഫുഡ് പ്രോസസ്സറാണ് കേട്ടോ. നമ്മുടെ മിക്സിയുടെ കൂടെ കിട്ടുന്ന ഒരു ജാറാണ് കേട്ടോ. അപ്പോൾ ഈയിടയ്ക്ക് ഇൻസ്റ്റയിൽ ഒരു ലേഡി എൻ്റെ അടുത്ത് ഇങ്ങനെ മേടിച്ചിട്ടുണ്ട്, ഇതാണോ എന്നൊക്കെ ചോദിച്ച് ഫോട്ടോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു.
വീട്ടിൽ വന്ന് നോക്കിയപ്പോൾ കറക്റ്റ് തന്നെയാണ്. പക്ഷെ ഞാനത് പറയാൻ മറന്നുപോയി കേട്ടോ, ഏതാന്നുള്ളത്. അവർ മേടിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പിന്നെ മെസ്സേജും കാര്യങ്ങളൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ മിക്സിയും റെഡി, ടേബിളും ഒക്കെ ഒന്ന് തുടച്ച് അവിടെയും ക്ലീൻ ആക്കണം. ഇനി ഈ ഒരു സൈഡാണ് കേട്ടോ നമുക്ക് ക്ലീൻ ആക്കാനുള്ളത്. ഇപ്പം ഞാൻ നിൽക്കുന്നതിൻ്റെ ആ ഒരു 3 കമ്പാർട്ട്മെൻറ്റും ഞാൻ ക്ലീൻ ചെയ്തെടുത്തു. അതിലത്തെ നമ്മൾ സ്പൂണും കാര്യങ്ങളൊക്കെ വെച്ച ആ ഭാഗം ഉണ്ടല്ലോ, അത് ഞാൻ 2 ദിവസം മുന്നേ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. എൻ്റെ സൗണ്ട് ശരിയായിട്ടില്ല കേട്ടോ, എന്നാലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ എന്താണ് ഇന്നലെ വ്ളോഗ് ഇട്ടില്ല ഇത്താ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി ഞാൻ 1.5 ആക്കിയാലോ വ്ളോഗ്? നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഡെയിലി വ്ളോഗ് എടുക്കുമ്പോൾ നിങ്ങൾക്കും മടുപ്പാകുന്നുണ്ട്, എനിക്കും മടുപ്പാകുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് 1.5 കുറച്ച് ലെങ്തി വീഡിയോസ് ഇട്ട് നോക്കിയാലോ? അതൊന്ന് പരീക്ഷിച്ചാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളതൊന്ന് നോക്കണമെന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ 1.5 ആക്കാമെന്ന് വിചാരിച്ചിട്ടിരുന്നത്. പിന്നെന്താണ് വിശേഷങ്ങൾ? പക്ഷേ നിങ്ങളുടെ കമൻറ്റ് കാണുമ്പോൾ എനിക്ക് ഡെയിലി വീഡിയോ ചെയ്യാൻ ഭയങ്കര ആഗ്രഹമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ ജിനിയുടെ ഓരോ വീഡിയോസ് ഞാൻ കാണുന്നുണ്ട്, ഒന്നിനൊന്നും മെച്ചമാണ്. അതുകൊണ്ട് അടുത്ത വീഡിയോക്ക് വേണ്ടി നോക്കിയിരിക്കുന്നു. പിന്നെ ഒരുപാട് പേർക്ക് FBയിൽ നോട്ടിഫിക്കേഷൻ വരുന്നില്ല എന്ന് പറയുന്നുണ്ട്. നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ, എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങൾ വെച്ചാൽ അതൊന്ന് ചെയ്യുക. ഒന്ന് അൺഫോളോ ചെയ്തിട്ട് ഒന്ന് ഫോളോ ചെയ്താലും ഓക്കെ ആവുമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അൺഫോളോ ചെയ്തിട്ട് ഫോളോ ചെയ്യാതിരിക്കരുത് കേട്ടോ, മറക്കരുത്. അതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുന്നു. എല്ലാവരും കൂടെ ഒരുമിച്ച് അൺഫോളോ ചെയ്യരുത് കേട്ടോ. ഇനിയിപ്പോൾ ഞാനത് പറഞ്ഞിട്ട്. പിന്നെ സൂപ്പർ ഫേസ് പാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ മേടിക്കാത്തവർ ഒന്ന് മേടിക്കുക കേട്ടോ. പിന്നെ കുറേ പേര് ലിങ്ക് അവിടെ ചോദിച്ചിട്ടുണ്ട്. ഞാൻ കമൻറ്റ് ബോക്സ് വഴി ലിങ്ക് അയച്ചു തരാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ കിട്ടും. ലിങ്ക് നമ്മൾ ടൈറ്റിലിൻ്റെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെന്താണ്, ജിനിയോട് ഇക്ക യാത്ര പറയാറില്ലേന്ന്? ഇക്ക എന്നും എന്നോട് യാത്ര പറഞ്ഞിട്ട് തന്നെ പോവാറ്. പക്ഷെ വീഡിയോയിൽ നമ്മളത് കാണിക്കാൻ നിൽക്കാറില്ല എന്ന് മാത്രം കേട്ടോ, അല്ലാണ്ട് യാത്രയൊന്നും പറയാതിരിക്കാറില്ല. എന്നും യാത്ര പറഞ്ഞിട്ടേ പോവുള്ളൂ. ചില സമയത്ത് വേണ്ട ഇക്ക ഞാൻ വേർതിരിക്കുകയാണെന്ന് പറഞ്ഞ് ഞാൻ മാറ്റി നിർത്തിയാൽ പോലും നിൽക്കില്ല, യാത്ര പറഞ്ഞിട്ടേ പോവുള്ളൂ കേട്ടോ മൂപ്പര്. പിന്നെന്താണ് വിശേഷം? നമ്മുടെ ഈ 1.5 ഉള്ള വീഡിയോസിന് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഒന്ന് പറയാം കേട്ടോ. അപ്പോൾ കുറേ പാത്രങ്ങൾ വീണ്ടും കഴുകാണ്ടായിരുന്നു, ഒക്കെ കഴുകി നമ്മൾ അവിടേക്ക് ഇങ്ങനെ തുടച്ചെടുത്തു. ഇനി എന്താണ്, ആ പാത്രങ്ങളൊക്കെ കൊണ്ടുവയ്ക്കണം, അതിൻ്റെതായ സ്ഥാനത്ത് വെക്കണം. അപ്പം ഞാൻ മസാലപ്പൊടി ഇടുന്ന പാത്രം ഒന്ന് ഡ്രൈ ആക്കാൻ വേണ്ടി ഇപ്പുറത്ത് വെച്ചേക്കുവാണ് കേട്ടോ. പിന്നെ ജിനി ഡ്രൈവിംഗ് പഠിച്ചിട്ടുണ്ടോ എന്ന്? ഞാൻ ഇല്ല, പഠിച്ചിട്ടുണ്ട്, ലൈസൻസ് എടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഞാനിപ്പം എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഓടിക്കാൻ. അതുകൊണ്ട് എന്താ ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്യുമ്പോൾ മിസ്റ്റേക്ക് വരുന്നുണ്ട്, മലയാളത്തിൽ സംസാരിച്ചപ്പോൾ പറയുന്നത്. ചില വാക്കുകൾ നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ വലിയ വാക്കായിരിക്കും, അതുകൊണ്ടാണ് മിസ്റ്റേക്ക്. പിന്നെ എല്ലാവർക്കും പറ്റുന്നതല്ലേ, എനിക്ക് മാത്രമല്ലല്ലോ, അതൊന്നും കാര്യമാക്കി എടുക്കണ്ട. അപ്പോൾ ലാസ്റ്റ് ഇതാണ് നമ്മുടെ കിച്ചണിൻ്റെ ലുക്ക്. എത്ര ക്ലീൻ ചെയ്താലും ഇങ്ങനെയാണ്, ഡോറൊന്നും ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ എനിക്കിത് ഭയങ്കര അതാണ്. അപ്പോൾ നമ്മുടെ ചുമരുമത്തെ സാധനം എവിടെ പോയി? വലിച്ചു പറിച്ച് കളഞ്ഞു. നിങ്ങളല്ലേ എന്നോട് കളയാൻ പറഞ്ഞു. പറിച്ച് കളഞ്ഞപ്പോൾ എന്താണ് അവസ്ഥ? കുറച്ച് പെയിൻറ്റും പോയിട്ടുണ്ട് കേട്ടോ. സാരമില്ല, നെക്സ്റ്റ് ടൈം പെയിൻറ്റ് അടയ്ക്കുമ്പോൾ നമുക്ക് ശരിയാക്കാം. പിന്നെ അവിടെ എന്താ വർക്ക്, മെറ്റലൊക്കെ ഉണ്ടല്ലോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ബാത്റൂമിൻ്റെ വർക്കാണ് കേട്ടോ. അങ്ങനെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കുളിച്ച് കുറേ സമയം റെസ്റ്റ് എടുത്ത ശേഷം രാത്രിയാണ് ഞാൻ പിന്നീട് വ്ളോഗ് എടുക്കുന്നത് കേട്ടോ. നല്ല ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഒറ്റ ദിവസം കൊണ്ടല്ലേ നമ്മൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ ചെയ്തു തീർത്തത്. അപ്പം ഫുഡ് ഉണ്ടാക്കാൻ ഏറ്റവും സിമ്പിൾ അങ്ങനെയാണ് കേട്ടോ ഞാൻ നോക്കിയത്. അതായത് കുട്ടികൾക്ക് നൂഡിൽസ്, നമുക്ക് ദോശ, അങ്ങനെ ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ രാത്രി ഫുഡ് കഴിക്കുന്നുണ്ട്, കാരണം എനിക്ക് മരുന്ന് കഴിക്കാനുണ്ട്. അതുകൊണ്ട് മറ്റേ ഫുഡ് കഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഐസ്ക്രീം തിന്നുന്നത് നിർത്തിയാൽ മതി, ചുമ്മാ മാറുന്നു. ഐസ്ക്രീം കഴിച്ചിട്ട് കുറേ ദിവസമായി ഇപ്പോൾ. ഇപ്പം നിങ്ങൾ കമൻറ്റ് ഇട്ടപ്പം എനിക്ക് ഐസ്ക്രീം കഴിക്കാൻ തോന്നുന്നുണ്ട്. ജിനിയുടെ വീടിൻ്റെ ഫ്രണ്ടിൽ ബസ് സ്റ്റോപ്പ് ഉണ്ടോ? ബസ് നിർത്തുന്ന ഉണ്ട്. നമ്മുടെ ഗേറ്റാണ് ബസ് സ്റ്റോപ്പ് കേട്ടോ. എല്ലാവരും അത് ചോദിക്കുന്നുണ്ട്, കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആദ്യമൊക്കെ. നമ്മുടെ ഗേറ്റാണ് ബസ് സ്റ്റോപ്പ്, നമ്മൾ അടയാളം അതാണ് കേട്ടോ കൊടുക്കാറ്. അങ്ങനെ ന്യൂഡിൽസൊക്കെ റെഡിയായി, കറക്റ്റ് അളവ് തൂക്കി 2 പേർക്ക് ഒരേപോലെ കൊടുക്കും കേട്ടോ. നിങ്ങൾ അങ്ങനെയാണോ? ആണെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ ഭയങ്കര അടിയായിരിക്കും. അപ്പോൾ ഇച്ചിരി ബാക്കി വന്നത് ഞാൻ എൻ്റെ വയറ്റിലോട്ടാക്കി. നല്ല ചൂടിൽ ഇങ്ങനെ ന്യൂഡിൽസ് കഴിക്കാൻ അടിപൊളി ടേസ്റ്റ് അല്ലേ. മഴയില്ല കേട്ടോ നമ്മുടെ ഇവിടെ. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ? മഴ ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴയില്ല, പഴയ പോലെ ചൂട്.
എത്ര അളന്ന് തൂക്കി മുറിച്ചു കൊടുത്താലും അയാൻകുട്ടിക്ക് പിന്നെയും എനിക്ക് കൂടുതലുള്ളത് വേണം പറഞ്ഞ് പറിച്ച് മേടിക്കും കേട്ടോ. അപ്പം റിഹാൻ്റെ അടുത്ത് ഞാൻ പറയും കൂടുതലുള്ളത് ആദ്യം നീ അവനക്ക് കൊടുക്ക്, അപ്പോൾ അവന് നേരെ തിരിച്ചാക്കും. അവൻ്റെ വിചാരം ഇക്കെടുക്കണതാ കൂടുതൽ എന്നാണ് കേട്ടോ. പക്ഷെ ഞാൻ എപ്പോഴും കറക്റ്റായിട്ട് തന്നെ കൊടുക്കുകയുള്ളൂ രണ്ടുപേർക്കും. അങ്ങനെ പിള്ളേർ കഴിച്ചു കഴിഞ്ഞ് പിള്ളേരുടെ കുക്ക് ചെയ്തതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അതിനെയൊക്കെ കഴുകി എടുക്കുമ്പോഴാണ് റിഹാൻ വന്നത്. അപ്പോൾ ആ കഴുകിക്കോന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗം മാറിക്കൊടുത്തിട്ടോ. കഴിഞ്ഞിട്ട് അയൻകുട്ടിയും വന്ന് അവൻ്റെ പാത്രം കഴുകുന്നുണ്ട്. ഇപ്പോൾ രണ്ടുപേരും പാത്രങ്ങളൊക്കെ കഴുകാൻ ഭയങ്കര ഇതാണ്. പക്ഷെ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഞാൻ കഴുകണ്ട പറയും. എനിക്ക് പേടിയാണ് മേലേക്ക് ഞാൻ തെറിച്ച് വല്ല മഞ്ഞളോ സോപ്പ് കറിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് പോകില്ലല്ലോ. അതുകൊണ്ട് ഞാൻ യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ കഴുകാൻ സമ്മതിക്കില്ല. ബാക്കിയുള്ള സമയത്തൊക്കെ ഞാൻ കഴുകിക്കോന്ന് പറഞ്ഞ് സമ്മതിക്കാറുണ്ട് കേട്ടോ. പിന്നെന്താണ്, ഇതാ ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ ഞാൻ വേഗം കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ കെയർ റൊട്ടീൻ്റെ ആ ഒരു ഫേസ് മാസ്കിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. ഫേസ് മാസ്ക് വേണം എന്നുള്ളവർ എന്തായാലും നമ്മുടെ കഴിഞ്ഞ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് കയറി നോക്കുക കേട്ടോ. എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാനിവിടെ ദോശ ഉണ്ടാക്കിയിട്ട് എടുക്കുകയാണ്. രാവിലത്തെ എഗ്ഗ് കറി അതൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ദോശയും മുട്ടക്കറിയും. ഇവിടെ ദോശയും മുട്ടക്കറി അങ്ങനത്തെ കോമ്പിനേഷൻ ഇല്ല കേട്ടോ. എൻ്റെ വീട്ടിലുണ്ട് ദോശ മുട്ടക്കറി, ദോശ കടലക്കറി. നമ്മുടെ മലപ്പുറം സൈഡൊക്കെ ഉണ്ടല്ലോ അത്. അപ്പോൾ ഞാനിന്ന് എന്തായാലും അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിച്ചപ്പോൾ പെട്ടെന്ന് വീട്ടിലോട്ട് പോയൊരു ഫീൽ വന്നു കേട്ടോ എനിക്ക്. ദോശയും മുട്ടക്കറിയും കഴിച്ചപ്പോൾ എവിടെ ദോശൻ്റെ കൂടെ സാമ്പാർ, ചട്നി, ചമ്മന്തി ഇങ്ങനെ മാത്രം, പൊടി ചമ്മന്തിപ്പൊടി ഇങ്ങനെ മാത്രമേ കേട്ടോ യൂസ് ചെയ്യുള്ളൂ. അങ്ങനെ ഇതാ ഞാനും ഉമ്മയും കൂടെ ഇരുന്നു. വാപ്പ ബാത്റൂം പോയി കഴിഞ്ഞ് കൈയെല്ലാം കഴുകി വരുമ്പോഴേക്കും കുറച്ച് സമയം പിടിക്കും കേട്ടോ. ഞാൻ എപ്പോഴും ദോശ ഒഴിക്കുന്നതിന് മുമ്പേ വാപ്പനെ വിളിക്കും. അപ്പോൾ എന്താ ഗുണം പറഞ്ഞാൽ വേഗം ബാത്റൂമിൽ പോയാലും ഫസ്റ്റ് ദോശ ഉണ്ടാക്കുമ്പോഴേ ആൾ വരും. മറ്റേത് എത്തണ്ടാവുമ്പോൾ ഓരോ ദോശ ഇങ്ങനെ മാറി 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 ചൂടുള്ള വെച്ച് കൊടുത്ത് അവസാനം ചുട്ടി കഴിയുമ്പോൾ ഇനി ചൂടില്ല കേട്ടോ എന്ന് പറയുമ്പോൾ പിന്നെ വേഗം വരും കേട്ടോ. അങ്ങനെയാണ്. അങ്ങനെ ഞങ്ങൾ മൂന്നുപേരും കൂടി ഇരുന്ന് കഴിച്ചു. ഇനി നാളെ വരുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് എന്താണ്, നമ്മൾ പാത്രത്തിലോട്ട് വെള്ളം ഒഴിക്കുകയാണ്. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, എടുത്തു വെക്കാനുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫ്രൂട്ട്സ്, മരുന്ന് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫ്രൂട്ട്സ് ഉമ്മയാണ് കേട്ടോ മുറിക്കാറ് രാത്രി. അപ്പോൾ ഫ്രൂട്ട്സൊക്കെ മുറിച്ചവിടെ വെക്കും. വേണമെങ്കിൽ ഞാൻ കഴിക്കും. എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല രാത്രി ഫ്രൂട്ട്സ് കഴിക്കണേ. പകലോ രാവിലെയൊക്കെ ആണെങ്കിൽ ഞാൻ കഴിക്കും. രാത്രി എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ വലിയ ഇതിൽ കഴിക്കാറില്ല. പിന്നെ ഡെയിലി എൻ്റെ കമൻറ്റ് വായിക്കുകയോ ചോദിച്ചിട്ട് ഒരു ഐഡിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഡെയിലി കമൻറ്റ് വായിക്കാൻ പറ്റുമെന്നറിയില്ല. എന്നാലും നല്ല നല്ല കമൻറ്റ് ഇട്ടാൽ ഞാൻ എന്തായാലും വായിക്കാം കേട്ടോ. അപ്പോൾ എന്തായാലും കമൻറ്റ് ഇടാൻ മറക്കരുത്. ഒരു ഹാർട്ടെങ്കിലും എനിക്ക് തരണം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ എടുത്ത് വെക്കുകയാണ്. കിച്ചൺ ക്ലീനിങ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമായിരിക്കില്ലേ മനസ്സിലേക്ക്? എനിക്കുണ്ട് കേട്ടോ അങ്ങനെ. നിങ്ങൾക്കുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ എൻ്റെ മരുന്ന് എടുത്തിട്ടുണ്ട്. ചുടുവെള്ളത്തിലാണ്. ചുടുവെള്ളമൊക്കെ ഇങ്ങനെ ജലദോഷം ചുമയൊക്കെ വരുമ്പോൾ മാത്രമേ കുടിക്കാറുള്ളൂ. എന്നാലും ഇടയ്ക്ക് പോയി പച്ചവെള്ളം കുടിക്കും. പക്ഷേ ഈ തൊണ്ടവേദനയൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചുടുവെള്ളം കുടിക്കുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആശ്വാസം കേട്ടോ. അപ്പോൾ രാത്രി നമുക്ക് അലർജിക്കുള്ള ഒരു മരുന്നുണ്ട്. ഇനിയിപ്പോൾ 5 ദിവസത്തിനാണ് മരുന്ന് തന്നിരിക്കുന്നത്. മാറിയിട്ടില്ലെങ്കിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുവാണ് കേട്ടോ അതിൻ്റെ അടുത്ത്. അപ്പോൾ അതാ ഉമ്മ അനാറും ആപ്പിളൊക്കെ കട്ട് ചെയ്യണു. ഇപ്പോൾ അവിടെ ഇരുന്ന് ഞങ്ങൾ മൂന്നുപേരും സംസാരിക്കുന്നുണ്ട് കേട്ടോ. തല ചൊറിയണ കണ്ടില്ല. തലയിൽ തലയിലൊന്നുമില്ല. എന്നിട്ട് എന്തിനാന്നാവോ ചൊറിയണത്. അപ്പോൾ ഇതാ ഞാൻ മരുന്നെല്ലാം കഴിച്ചു. വലിയ മരുന്നായിരുന്നു. അത് കഴിച്ച ഉടനെ വേഗം കുറച്ച് അനാറിൻ്റെ പീസ് വായിലിട്ടു, ആ ഒരു ടേസ്റ്റ് പോകാൻ വേണ്ടിയിട്ട്. പണ്ട് മുതലേ മരുന്ന് കഴിക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. അങ്ങനെ എല്ലാം കഴിഞ്ഞ് വാതിലും അടച്ച് ഞാനിതാ ഉറങ്ങാൻ പോയി. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയുള്ളൂ. ഇഷ്ടമായിക്കണേ. ലൈക്ക് ചെയ്യുക.